പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും വൈകുന്നേരം 4 മണിക്ക് ശേഷവും ശനിയാഴ്ച പ്രത്യേക ക്ലാസുകളും പഠനം ലളിതം പദ്ധതിയും ഇവ കൂടാതെ ചെറുകഥാ ക്യാമ്പ്, കവിതാ ക്യാമ്പ്, നാടക ക്യാമ്പ്, കളരി, പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരവധി പറയാനുണ്ട് ഗവൺമെന്റ് LP സ്കൂൾ മുണ്ടൂരിന്. നമുക്ക് സ്വാഗതം ചെയ്യാം പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ LP സ്കൂളിനെ ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. മുണ്ടൂർ സ്കൂളിലെത്തിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചകളിലേക്ക്. പാലക്കാട് ജില്ലയിലെ പിന്നോക്ക പ്രദേശമായ മുണ്ടൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയത്തിൽ പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെയുള്ള 500 കുട്ടികളാണ് പഠനം നടത്തുന്നത്. ഗവൺമെന്റ് LP സ്കൂൾ മുണ്ടൂർ ഇന്ന് നമ്മളുടെ ജൂറി പാനലിന് മുമ്പായിട്ട് അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? മുണ്ടൂർ ഗവൺമെന്റ് LP സ്കൂൾ ഈ വർഷം ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് പഠനം ലളിതം പദ്ധതി. വിദ്യാലയം മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു പദ്ധതി സ്കൂൾ ആകാശവാണി, പരിസ്ഥിതിയും ഒരു പാഠപുസ്തകം എന്നതാണ് ഞങ്ങളുടെ വേറൊരു പദ്ധതി. പിന്നെ വിദ്യാലയം ഏറ്റെടുത്തുള്ള ഏറ്റവും പ്രധാന പദ്ധതി സാമൂഹ്യ പങ്കാളിത്തമാണ്. അടുത്തതായി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായിട്ടുള്ള ആശയവിനിമയമാണ്. ആദ്യമായി RVG സർ, എന്തുകൊണ്ടാണ് ഈ ഭരണകാര്യക്ഷമത ഒരു പ്രധാന ശക്തി മേഖലയായിട്ട് നിങ്ങൾ മുമ്പോട്ട് വെച്ചത്? ഈ വിദ്യാലയം നിലവിൽ അക്കാദമിക രംഗത്തും ഭൗതിക സാഹചര്യങ്ങളിലും വളരെയധികം മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ആസൂത്രണം ചെയ്യുന്നത്, നടപ്പിലാക്കുന്നതും ഭരണകാര്യക്ഷമതയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ആ ഒരു മേഖല മറ്റ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ എന്താണ് ചെയ്യുന്നത്? ഈ മേഖലയിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ജനകീയ പങ്കാളിത്തമാണ്. PTA-യുടെയും ജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തി നമ്മൾ വിദ്യാലയ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഷിഫാന സ്കൂൾ പാർലമെൻറ്റിൽ അംഗമാണോ? ആണോ? എങ്ങനെയാ പാർലമെൻറ്റിൽ എത്തിയത്? നമ്മുടെ മറ്റേ MP മാരൊക്കെ ചെയ്യുന്ന പോലെ തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായിരുന്നു? ആണോ? എത്ര വോട്ട് കിട്ടി? 500 വോട്ടും കിട്ടി. എത്ര കുട്ടികളുണ്ട് സ്കൂളിൽ? 520 കുട്ടികളുണ്ട് സ്കൂളിൽ അല്ലേ? അതിൽ 500 വോട്ടും കിട്ടി. ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നല്ലോ. മത്സരം ഉണ്ടായിരുന്നോ? ആരായിരുന്നു മറ്റേ സൈഡിൽ? അസ്ല. ശരി. എന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ഉണ്ടായിരുന്നോ? എന്ത് പറഞ്ഞിട്ടാണ്? എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഷിഫാന പറഞ്ഞത് കൂട്ടുകാരോട്? എല്ലാവരും ചെയ്തു. ഷിഫാന ഇഷ്ടമായതുകൊണ്ടാണ്. അങ്ങനെ എന്നിട്ട് പാർലമെൻറ്റിൽ എത്തിയിട്ട് ഈ സ്കൂളിലെ എത്ര രൂപ എങ്ങനെ ചിലവാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോടൊക്കെ ചോദിക്കാറുണ്ടോ? ഇപ്പോൾ സ്കൂളിന് മതിൽ കെട്ടണം, മതിലാണോ പ്രധാനം അതോ കുറേ കൂടി മൂത്രപ്പുരയാണോ പ്രധാനം എന്നൊക്കെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുമോ? എന്നിട്ട് എന്തായിരുന്നു ഷിഫാനയുടെ അഭിപ്രായം? മതിലാണ് ഏറ്റവും പ്രധാനം എന്നാണോ? പിന്നെ എന്തൊക്കെയാ പാർലമെൻറ്റിൽ പറയുക? ക്യാമ്പൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒത്തുകൂടും ക്ലബുകളില്. വിഷ്ണുമായയുടെ സ്കൂളിലെ എന്തൊക്കെ ക്ലബിലുണ്ട് വിഷ്ണുമായ അംഗമായിട്ട്? 3 ക്ലബില്. ഏതൊക്കെ? ഗണിത ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, വായനാ ക്ലബ്ബ്. ഈ ഗണിത ക്ലബിൽ എന്താ ചെയ്തത് വിഷ്ണുമായ? ഗണിത ക്ലബില് കുസൃതി കണക്ക്. കുസൃതി കളികളോ? ഒരു കുസൃതി കളി ഒന്ന് പറഞ്ഞു തരുമോ? എന്താ പഠിച്ചതെന്ന് ഓർമ്മയില്ലേ? ബിൻസിക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. അയ്യോ, ബിൻസി ഏതൊക്കെ ക്ലബിലാണ് ഉള്ളത്? ഗണിത ക്ലബിലുണ്ട്. സയൻസ് ക്ലബിൽ എന്താ ചെയ്തത്? സയൻസ് ക്ലബിൽ കുറെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യും. പിന്നെ എന്ത് പരീക്ഷണ ചെയ്തത്? അനുസരണ പാവ. അതെന്താ? അത് ഒരു കുപ്പിയില് വെള്ളം നിറച്ചിട്ട് മേലയിലും ദ്വാരമിടും, താഴെയിലും ദ്വാരമിടും. മേലത്തെ ദ്വാരം അടച്ചു വെച്ചു പറഞ്ഞാൽ താഴത്തെ ദ്വാരത്തിൽ കൂടെ വെള്ളം പോയില്ല. അത് തുറന്നു വിട്ടു പറഞ്ഞാൽ പുറത്തെ വായു അതിൽ കേറിയ വെള്ളം പോകും. അതിന്റെ മുകളിൽ ഒരു പാവ വെക്കുക. അപ്പൊ ഞാൻ പറയുമ്പോ മാത്രം അനുസരിക്കുന്ന ഒരു പാവയാണ്. അങ്ങനെയുള്ള പരീക്ഷണം ചെയ്തിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൽ കത്തുന്ന മെഴുകുതിരി പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പെട്ടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് വെക്കും. എന്നിട്ട് മെഴുകുതിരി കത്തിച്ച് വെക്കും. സൈഡിൽ ഒരു ദ്വാരം ഇട്ട് പറഞ്ഞാൽ ഒരു കണ്ണ് അടച്ചിട്ട് നോക്കി പറഞ്ഞാൽ വെള്ളത്തിൽ കത്തുന്നതായി തോന്നും. 2 കണ്ണും കൊണ്ട് നോക്കുകയാണെങ്കിൽ
അത് നേരെ കത്തണ മാതിരി തോന്നും. ആണോ? മെഴുകുതിരിയും വെള്ളവും വേറെയായി തോന്നും. അത് എത്ര അകലെയാണെന്നൊക്കെ മനസ്സിലാകും. എത്ര ചുറ്റളവിലുള്ള കുട്ടികളാണ് നിങ്ങളുടെ സ്കൂളിൽ വരുന്നത്? 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള കുട്ടികൾ സ്കൂളിൽ വരുന്നുണ്ട്. ഈ 5 കിലോമീറ്ററും ബസ് റൂട്ട് കവർ ചെയ്യുന്നുണ്ടോ? 5 ബസ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബസ് നിങ്ങൾ സമൂഹ കൂട്ടായ്മയിൽ വാങ്ങിച്ചു എന്നോ? ഈ ബസ്സിന് ഡ്രൈവർ എന്ത് ശമ്പളം അതെല്ലാം എങ്ങനെയാണ്? ബസ്സിൻ്റെ പിന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾ ഞങ്ങൾക്ക് ചെറിയൊരു പിന്നെ പൈസ തരും. അതിന് മുമ്പ് ഓട്ടോറിക്ഷയിലും മറ്റ് വാഹനങ്ങളിലൊക്കെ വന്ന കുട്ടികളാണ്. അതുകൊണ്ട് അവർ ചെറിയ ഒരു തുക എല്ലാ മാസവും തരും. PTA അക്കൗണ്ട് തരും. അത് ബസ്സിൻ്റെ മെയിൻ്റനൻസ്, പിന്നെ ബസ്സിൻ്റെ ഡ്രൈവർക്ക് ഇന്ധന ചെലവ്, ഒരു 10,000 രൂപയുടെ ഒരു ഇന്ധന ചെലവ് വരുന്നുണ്ട് പ്രതിമാസം. അപ്പോൾ ഇത് PTA അക്കൗണ്ടിലാണ്? അത് PTA അക്കൗണ്ടിൽ അത് ചെയ്യും. അത് ശരി. അപ്പോൾ ഈ നിങ്ങളുടെ ഒരു സമൂഹ കൂട്ടായ്മയുടെ കീഴിൽ റിസർവ്ഡ് ടീച്ചർ എന്ന് എഴുതിയേക്കുന്നു, അതെന്താണത്? റിസർവ് ടീച്ചർ എന്ന വിഭാഗത്തിൽ വരുന്നത് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളായ അഭ്യസ്തവിദ്യരായ കുട്ടികളുണ്ട്. BEdും TTS ഒക്കെ കഴിഞ്ഞ കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ സേവനം നമ്മൾ വിദ്യാലയത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് അധ്യാപകർ കുറവുണ്ടോ? അധ്യാപകർ ലീവ് എടുക്കുന്ന അവസരത്തിലാണ് ഇതധികം പ്രയോജനപ്പെടുത്താറ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു ടീച്ചർ ഹാഫ് ഡേ ലീവിൽ ഒരു മാസം പ്രവേശിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ 2 പൂർവ്വ വിദ്യാർത്ഥികൾ, 2 പേരും പിന്നെ TTC കഴിഞ്ഞ കുട്ടികളാണ്. ശമ്പളം അവർക്ക് PTA ഒരു ചെറിയ തുക PTA നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ PTA പ്രസിഡന്റ് ഇല്ലേ? അപ്പം നിങ്ങളിങ്ങനെ സ്കൂളിന് വളരെ സഹായമായിട്ട് സ്കൂൾ ബസ്, ടീച്ചേഴ്സിനെ കൊടുക്കുന്ന യൂണിഫോം, പ്ലേ ഗ്രൗണ്ട് എല്ലാം ഉണ്ട്. ഈ കുട്ടികളുടെ പഠനം സംബന്ധമായ നിങ്ങളുടെ ഒരു മേൽനോട്ടം എങ്ങനെയാണ്? ഞങ്ങൾ പഠനത്തെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ നമ്മൾ ഈ PTA മീറ്റിങ്ങിൽ തന്നെ ക്ലാസ് PTA വെക്കുന്നുണ്ട്. ഞങ്ങൾ ക്ലാസ് PTA വെച്ചിട്ട് ഓരോ ക്ലാസ്സിലത്തെ കുട്ടികളുടെ പഠന രീതിയിൽ ചെക്ക് ചെയ്ത് അതിനനുസരിച്ചിട്ട് കൂടുതൽ കൊടുക്കേണ്ടതെന്ന് പറയും ടീച്ചേഴ്സിൻ്റെ അടുത്തും. അതുപോലെ പിന്നെ PTA തന്നെ PTA അംഗങ്ങളും അതിന് മുൻകൂട്ടി പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഒന്നാം തരം എന്ന പേര് നന്നായിട്ടുണ്ട്. പക്ഷെ നാലാം തരമായിരിക്കുമോ? അല്ലല്ലോ, അത് 1-ാം തരം തന്നെ അല്ലേ? അതെ സാർ. അപ്പോൾ 4-ാം തരത്തിലെ ഷിഫാന മോളോട് ചോദിക്കാൻ ചോദ്യം. നിങ്ങളുടെ നാട് 2 ആളുടെ പേരിൽ, പലരുടെയും പേരിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ സാഹിത്യരംഗത്ത് 2 ആളുടെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ആ സാഹിത്യകാരന്മാർ ആരാണെന്ന് അറിയാവോ? മുണ്ടൂർ കൃഷ്ണൻകുട്ടി. ഗുഡ്. പിന്നെ ഒരാൾ കൂടിയുണ്ട്, കൃഷ്ണൻകുട്ടി മാഷ്. ഇപ്പം നമ്മളോടൊപ്പം ഇല്ല, പക്ഷെ ഇപ്പം നമ്മളോടൊപ്പം ഉള്ള ആളുണ്ട്, മുണ്ടൂർ സേതുമാധവൻ. ഗുഡ്, മിടുക്കി. ഇപ്പോൾ 4-ാം തരം 1-ാം തരം തന്നെ. അതെ, പിന്നെ ഷിഫാന പറഞ്ഞതേ, അവിടെ ഈ എത്രയാണ് 500 രൂപ കുട്ടികളുള്ളതിൽ ഇലക്ഷൻ നടത്തിയപ്പോൾ 500 വോട്ടിന് ജയിച്ചു എന്നല്ലേ? നിങ്ങൾ അങ്ങനെയാണോ ഇലക്ഷൻ നടത്തിയത്? എണ്ണം ശിവാനം പറഞ്ഞത് ശരിയാവില്ല. ശിവാൻ അപ്പം ഞങ്ങൾ ഈ ജൂൺ മാസത്തിലാണല്ലോ ഇലക്ഷൻ നടത്തുന്നത്. ഇപ്പോൾ ഇതുകൊണ്ട് അവിടെ 3-4 ക്ലാസ്സിലെ കുട്ടികൾ പിന്നെ വോട്ട് ചെയ്തിട്ടാണ് ലീഡറെ മന്ത്രിസഭ തിരഞ്ഞെടുക്കല്. അപ്പോൾ അല്ല, നമ്മളിപ്പോൾ ജനാധിപത്യ വേദി എന്ന് പറഞ്ഞിട്ട് അതിന് പ്രത്യേക നിർദ്ദേശവും കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ അതാത് ക്ലാസ് ഇലക്ഷൻ നടത്തി അതാത് ക്ലാസ്സിൽ ലീഡറെ തിരഞ്ഞെടുക്കുന്നുണ്ട് സാർ. ലീഡർമാരെ തിരഞ്ഞെടുക്കും. അവരല്ലേ പ്രധാനമന്ത്രിയെ ലീഡർ മാത്രമല്ല, ലീഡർ മാത്രമായി തിരഞ്ഞാൽ ഇപ്പോൾ 12 ലീഡറെ വരൂ. 12 ലീഡർ പിന്നെ സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കുന്ന ഒരു സമ്പ്രദായം അല്ല സ്വീകരിച്ചുള്ളത്. മൊത്തം കുട്ടികൾ വോട്ട് ചെയ്തിട്ട് അത് പാടില്ല ഇപ്പോഴും. അത് ഹൈസ്കൂളിലൊക്കെ അങ്ങനെ ഞങ്ങളൊരു ബാലറ്റ് പേപ്പറൊക്കെ ചെയ്ത് എല്ലാവരും വരിയായി നിന്ന് പിന്നെ നോമിനേഷൻ സ്വീകരിച്ച് ബാലറ്റ് പേപ്പറിലൂടെ ചെയ്ത് ജനാധിപത്യ രീതിയിൽ ചെയ്യാണ് ചെയ്തത്. അല്ല, ഇനി അങ്ങനെ ചെയ്യരുത്. അതായത് ക്ലാസ് ഇലക്ഷൻ നടത്തി അതിൽ നിന്ന് ജയിക്കുന്ന ലീഡർമാർ വേണം തിരഞ്ഞെടുക്കാൻ. ഏതായാലും എനിക്ക് തോന്നുന്നു ഇത്തവണ ഈ ഒരു തിരഞ്ഞെടുപ്പ് നടന്നത് ഈ ഷിഫാനയുടെ ഒരു സ്വാധീനം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും. ഷിഫാനക്ക് അഭിനന്ദനങ്ങൾ. ആകാശവാണിയിൽ പരിപാടി അവതരിപ്പിക്കാറുണ്ടോ ആരെങ്കിലും ഇതിൽ? എന്ത് പരിപാടിയാണ് അവതരിപ്പിച്ചത്? നാടൻ പാട്ട്. ആ നാടൻ പാട്ടിലെ ഒരു 4 വരി പാടിയേ. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരാട്ടി, നല്ല ചെണ്ടു തിരുമുന്നിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരാട്ടി, നല്ല ചെണ്ടു തിരുമുന്നിൽ ചെന്നു
കളി തുടങ്ങി അങ്ങനെ ഇനി ഞാനും മറന്നിടാം നല്ലച്ഛനും മറന്നിടാം മറന്നിടുക ശ്രീധര മുതലേ വേറെയുണ്ടേ അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടി നല്ല ചെണ്ടു തിരുമുന്നിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ. ഏതായാലും ഈ മിടുക്കികളെയും മിടുക്കന്മാരെയും കിട്ടിയ നിങ്ങൾ അധ്യാപകന്മാർ ഭാഗ്യവാന്മാരാണ്. സ്കൂൾ മാഗസിൻ, സ്കൂൾ ആകാശവാണി, ഇങ്ങനെ 2 പരിപാടിയും കൂടെ അവിടെ നടക്കുന്നത്. അതിൽ നിങ്ങളുടെ പങ്കാളിത്തം എന്താ നടക്കുന്നത്? സ്കൂൾ മാഗസിൻ്റെ കാര്യം ആദ്യം ഒന്ന് പറയാമോ? സ്കൂൾ മാഗസീനിൽ ഞങ്ങൾ എഴുതാറൊക്കെ ഉണ്ട്. മോൾ എഴുതിയിട്ടുണ്ടോ? എന്താ എഴുതിയത്? ഇംഗ്ലീഷ് മാഗസീനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ടീച്ചർ മെച്ചപ്പെട്ടതൊക്കെ പോർട്ട്ഫോളിയോക്ക് എഴുതാൻ പറയും. അതിന്ന് എന്തെങ്കിലും മെച്ചപ്പെട്ടതുണ്ടെങ്കിൽ അതിന്ന് എഴുതും, മാഗസീനിക്ക് അത് എഴുതും. പിന്നെ ആരാണ്? ഷിഫാന എഴുതാറുണ്ടോ? കവിത ഓർമ്മയുണ്ടോ? ഉണരുവിൻ വേഗമുണരുവിൻ സ്വര ഗുണമേലും ചെറു കിളിക്കിടങ്ങളെ. മിടുക്കിയാണല്ലോ. ലക്ഷ്മിയൊന്നും മിണ്ടുന്നില്ല. എന്തിനകത്തൊക്കെ ഉണ്ട്? ദേശഭക്തി ഗാനമാണല്ലേ. ഒരു വരി പാടാവോ? ഭാരത ശില്പികളെ നവഭാരത ശില്പികളെ ഉഷാസെണിക്കും മുൻപേ വീണ്ടും ഉണർന്നെണിക്കും സോദരരെ. എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കുകളുമാണ്. ഈ കളികളിൽ ഏർപ്പെടുമ്പോഴാണ് കുട്ടികൾ ഫലപ്രദമായിട്ടും സ്വാഭാവികമായിട്ടും പഠിക്കുക. അപ്പോൾ കളികളുടെ ഒരു പോരായ്മ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട് ഗ്രൗണ്ട് നവീകരണം. കാര്യം കളിക്ക് നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് ആ ഗ്രൗണ്ട് നവീകരണം എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ ഗ്രൗണ്ട് ഇല്ല അവിടെ? ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ അതിൽ പഞ്ചായത്തിലെ വെള്ളം വരുന്നത് ഗ്രൗണ്ടിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ പഞ്ചായത്തിൽ പറഞ്ഞ് ആ വെള്ളം അണ്ടർഗ്രൗണ്ടായിട്ട് പോകാനുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, അതിനൊക്കെ ഇത്ര കാലതാമസം വേണോ? അത് പഞ്ചായത്ത് തന്നെ ചെയ്യേണ്ട ഒരു പരിപാടി ആയതുകൊണ്ടാണ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വെള്ളം അങ്ങനെ തളം കെട്ടി നിൽക്കുകയായിരുന്നു. അടുത്തതായി മുണ്ടൂർ സ്കൂളിന്റെ ഗ്രേഡ് അറിയാനുള്ള സമയമാണ്. മുണ്ടൂർ സ്കൂളിന്റെ സ്കോർ അറിയണ്ടേ? ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ, ടോട്ടൽ സ്കോർ 92.8 ഔട്ട് ഓഫ് 100.